ആ അധ്യാത്മ രാമായണത്തെ നമുക്ക് പരിചയപ്പെടുത്തി എന്നുള്ളതാണ് എഴുത്തച്ഛൻ ചെയ്ത ഏറ്റവും വലിയൊരു സംഭാവന. എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന സാഹിത്യപരമായ ഒരു ജീവിതചര്യ ഉണ്ടായിരുന്നത് ഒരു പക്ഷെങ്കിൽ ശൃംഗാരത്തിൽ അധിഷ്ഠിതമായ കുറച്ച് കാവ്യങ്ങളുടെ ഒരു വലിയ ഒഴുക്കായിരുന്നു. അത് വായിച്ചും അറിഞ്ഞും പഠിച്ചും ഒരു സാംസ്കാരിക ജീവിതം മുഴുവൻ കുത്തഴിഞ്ഞു പോകുന്നു എന്ന് കണ്ടപ്പോൾ എഴുത്തച്ഛൻ അതിനെ കുറച്ചുകൂടി ഒരു അധ്യാത്മ ജീവിതവുമായി കൂട്ടിയിണക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ കേരളീയ ജനതയ്ക്ക് ആധ്യാത്മിക ചര്യയും ഈശ്വര വിശ്വാസവും അടിയുറപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് തന്നെ എഴുത്തച്ഛൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെയാണ് എഴുത്തച്ഛൻ സ്വതന്ത്രമായ ഒരു കൃതി അധികം എഴുതാതെ 3 തർജ്ജമകൾ കൂടി ഇതിഹാസ പുരാണങ്ങളെ, ഭാഗവതത്തെയും മഹാഭാരതത്തെയും രാമായണത്തെയും തർജ്ജമ ചെയ്ത് തന്നെ കൊണ്ടുവരണം എന്ന് വിചാരിച്ച് ആ വഴിയിലേക്ക് തിരിഞ്ഞത്. ആ 3 കൃതികളിലുള്ള ആധ്യാത്മിക സംസ്കൃതിയുടെ പാരമ്പര്യം സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളെ നല്ല ഭക്തിസമന്വിതമായ ജീവിതം നയിപ്പിക്കാൻ വേണ്ടിയാണ്. കൊന്നൊസ്മിൻ സാമ്പദം ലോകേ ഗുണവാൻ കഷ്ടവീര്യവാൻ എന്ന് മാത്രമേ വാൽമീകിയുടെ ഉദ്ദേശം വരുന്നുള്ളൂ. നല്ല വീര്യമുള്ള ഗുണവാനായ ഒരു നരകഥ പറയൂ എന്ന് മാത്രം. പക്ഷേ എഴുത്തച്ഛനത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരത്തിന് മാഹാത്മ്യം കൊടുത്തുകൊണ്ട് അവതാരം കൊണ്ട് വരിഷ്ഠമായ ഒരു ജീവിതചര്യ, അപ്പോൾ ഒരു ഐശ്വര്യമായ സമ്പത്ത്, ഒരു ഭാവന മനുഷ്യ ജീവിതത്തിലേക്ക്, അതായത് അവതരിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇറങ്ങി വരിക എന്നാണ്. ഇവിടെ ഈശ്വരൻ മനുഷ്യനിലേക്ക് ഇറങ്ങി വരലാണ് വാസ്തവത്തിൽ എഴുത്തച്ഛൻ നമുക്ക് നൽകിയ ഒരു വലിയ സംഭാവന. മറ്റേ അങ്ങനെയല്ല, തിരിച്ചു പോവുകയല്ല, ഇത് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അവതരിക്കുക, ഇറങ്ങി വരിക, താഴേക്ക് ഇറങ്ങി വരിക, അങ്ങനെ ഒരു ഈശ്വര ചൈതന്യത്തെ മുഴുവനും സാധാരണ മനുഷ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാകത്തിനാക്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ശിവശക്തികളെ കൊണ്ടാണ് ഈ രാമായണം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഉമാമഹേശ്വര സംവാദം എന്ന രീതിയിൽ അവതരിപ്പിച്ചത് ഈ രാമൻ ഏറ്റവും വലിയ പരബ്രഹ്മ ചൈതന്യമാണെന്നും സീത അതിൻ്റെ ജ്ഞാനസ്വരൂപിണിയായ ശക്തിയാണെന്നും ഇത് മനുഷ്യൻ സ്വീകരിക്കലാണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് രാമനെ വിദേഹ രാജധാനിയിലേക്ക്, ഞാൻ ദേഹമല്ല എന്നുള്ള ബോധമുള്ള രാജധാനി, എന്നുവെച്ചാൽ ഞാൻ ദേഹമല്ല എന്ന് എപ്പോഴറിയുന്നോ അപ്പോഴേ ആത്മജ്ഞാനം കിട്ടുള്ളൂ. ഈ ആത്മജ്ഞാനം സ്വീകരിക്കാൻ പാകത്തിന് വിശ്വാമിത്രൻ രാമനെ കൊണ്ടെത്തിച്ചത് വിദേഹ രാജധാനിയിലാണ്. അവിടെ നിന്നും ജ്ഞാനത്തെ സ്വീകരിച്ചു വരുമ്പോൾ ഭൗതിക ജീവിതത്തിൽ ഈ ജ്ഞാനം അനിവാര്യമാണ്. അധ്യാത്മജ്ഞാനം നിത്യജീവിതത്തിന് അനിവാര്യമാണ്. പക്ഷെങ്കിൽ അത് ജീവിതത്തിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നഷ്ടപ്പെടാനിടയായാൽ സൂക്ഷിക്കൂ, നഷ്ടപ്പെട്ടേക്കാം. നഷ്ടപ്പെടാനിടയായാൽ ഘോരമായ ജീവിതമാണ് എന്ന് ഒരു മനോഹരമായ സമസ്യയിൽ കൂടി വരച്ച് കാണിക്കല്ലേ വാസ്തവത്തിൽ ഈ എഴുത്തച്ഛൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു സംഭാവന. രാമൻ എത്ര ആശ്രമങ്ങളിൽ കയറി ഇറങ്ങി നടന്നു. ഇതിനൊന്നും ആവശ്യം രാമനില്ലായിരുന്നല്ലോ. രാമൻ ഈശ്വരനാണ് എങ്കിൽ പോലും എന്നെ നോക്കി പഠിക്കൂ. ഫോയം മർത്യാവതാരസ്തവഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം എന്ന് പറയും. ഈ മർത്യാവതാരം മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യൻ എന്നെ നോക്കി പഠിക്കൂ. ഞാൻ ഈ ജ്ഞാനസ്വരൂപിണിയായ സീതയെ സ്വീകരിച്ചിട്ട് പോലും ഞാൻ എത്ര ആശ്രമങ്ങളിൽ നടന്ന് എത്ര ഗുരുജനങ്ങളുടെ ഉപദേശം നിത്യേന സ്വീകരിക്കുന്നു. ഇത് കണ്ടു പഠിക്കട്ടെ. നമ്മൾക്കും നമ്മുടെ സംസാര ജീവിതത്തിൽ അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൽ അല്ലെങ്കിൽ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ഗുരുജനങ്ങളുടെ സാന്നിധ്യം അനിവാര്യമാണ്. ഓരോ ദിവസവും അവരെ കണ്ട് ഉപദേശങ്ങൾ തേടിപ്പോയെങ്കിൽ മാത്രമേ കിട്ടിയ ജ്ഞാനം നഷ്ടപ്പെടാതിരിക്കൂ. ഇങ്ങനെ ആധ്യാത്മിക ചര്യയുടെ, ഭക്തിസമൃദ്ധമായൊരു ജീവിതചര്യയുടെ ആവശ്യകത സാംസ്കാരിക സമ്പന്നമായ ഒരു ജനസമൂഹത്തിലേക്ക് നിറച്ചു കയറ്റാൻ വേണ്ടി ഈ രാമായണ കഥ ലവകുശന്മാർ പാടിയതുപോലെ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഓരോ ദിവസവും നടന്ന് പാടി പഠിപ്പിക്കാൻ പര്യാപ്തമായിരുന്നു അധ്യാത്മരാമായണം. ഇത് നമുക്ക് കുട്ടികളിലേക്കും മറ്റുള്ളവരിലേക്കും എത്തിപ്പിച്ചിട്ട് കർക്കിടക മാസം മാത്രമല്ല, ഒരു ജീവിതചര്യ മുഴുവനും രാമായണ മാസമായി, രാമായണ വർഷമായി, രാമായണ ജീവിതമായി ആചരിക്കാൻ കഴിയട്ടെ. അതിനായിരിക്കാം എഴുത്തച്ഛൻ ഇങ്ങനെയൊരു സാംസ്കാരിക പൈതൃകം നമുക്ക് സംഭാവന നൽകിയത്.